ഒരിക്കൽ ഊരിപ്പോന്നു. എന്നാൽ ഇത്തവണ കുടുക്ക് മുറുകി തന്നെ. ഇനി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് വിൻസി അലോഷ്യസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണമാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കാരണമായത്. ഒപ്പം ഷൈനിന്റെ മാരത്തോണിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയതോടെ സംഭവം ലൈവായി. കഴിഞ്ഞ ദിവസമായിരുന്നു താൻ അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമയിലെ ഒരു നടനെതിരെ പേരെടുത്ത് പറയാതെ വിൻസി അലോഷ്യസ് രംഗത്തെത്തിയത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് പ്രഖ്യാപിച്ച വിൻസി കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിട്ടത്. സിനിമ ഇല്ലാതായതോടെ അവസരം ലഭിക്കാനായുള്ള PR എന്ന കമന്റുകൾ എത്തിയതോടെ നടി സോഷ്യൽ മീഡിയ സംഭവം വിശദീകരിച്ച് രംഗത്തെത്തി. പിന്നാലെ ആ നടൻ ഷൈൻ ടോം ചാക്കോ തന്നെ എന്ന കാര്യവും പുറത്തു വന്നു. പേര് പുറത്തുവിടാൻ ആഗ്രഹിക്കാതിരുന്ന തന്നെ ഒറ്റിയത് ഫിലിം ചേംബർ ആണെന്ന വാദങ്ങളുമായി നടി രംഗത്തുണ്ട്. മാത്രമല്ല പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനും നടി തയ്യാറല്ല. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എന്റെ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കരുത്, അതുകൊണ്ട് സിനിമാ സംഘടനകൾ തന്നെ അന്വേഷിച്ചിറങ്ങട്ടെ. ഈ നിലപാട് ചർച്ചകളിൽ നിറയുകയാണ്. ഇതാദ്യമായല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത്. 2015 ജനുവരിയിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത്. അന്ന് ഷൈനിന്റെ ഇതിഹാസ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു. അതിനിടെയാണ് മലയാള സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഷൈനും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത പുറത്തെത്തിയത്. സഹസംവിധായികയായ ബ്ലസി സിൽവസ്റ്റർ, ഡിസൈനറായ രേഷ്മ രംഗസ്വാമി, മോഡലായ ടിൻസി ബാബു, ദുബായ് ട്രാവൽ മാർട്ട് ഉടമയായ സ്നേഹ ബാബു എന്നിവരെയാണ് ഷൈനിനൊപ്പം അന്ന് പിടികൂടിയത്. കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ 1 മണിക്ക് നടന്ന റെയ്ഡിലാണ് സംഘം പിടിയിലായത്. ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ 10 പാക്കറ്റ് കൊക്കൈൻ പോലീസ് കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നും ഉപയോഗിച്ചതിന്റെ ബാക്കി ലഹരി മരുന്നാണ് അതെന്നും പ്രതികൾ അന്ന് മൊഴി നൽകിയിരുന്നു. 22 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഷൈൻ ഉൾപ്പെടുന്ന സംഘത്തെ അന്ന് പോലീസ് വലയിലാക്കിയത്. പിടിയിലാവുന്ന സമയത്ത് ഷൈനും സംഘവും കൊക്കൈൻ ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് തള്ളിപ്പോവുകയായിരുന്നു. കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് കോടതി പറഞ്ഞത്. ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് തെളിയിക്കാനായില്ല എന്ന വനിതാ പോലീസിന്റേത് അടക്കമുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി വിമർശിച്ചു. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ഈ കേസിൽ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ 1-ാം പ്രതിയായ മോഡലിൽ നിന്ന് ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പമില്ലായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പുരുഷ ഗസറ്റഡ് ഓഫീസർക്ക് ദേഹപരിശോധന നടത്തുമ്പോൾ കൂടെ നിൽക്കാൻ നിയമം അനുവദിക്കില്ല. ഇത് കേസിൽ തിരിച്ചടിയായി. ഷൈൻ ടോം ചാക്കോയോ മറ്റു പ്രതികളോ കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാൻ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്തെ വീഴ്ച കോടതി തുറന്നുകാട്ടി വിമർശിക്കുകയും ചെയ്തു. കേസ് അതിന്റെ വഴിക്ക് പോയെങ്കിലും ഷൈൻ കഞ്ചാവാണെന്നുള്ള കമന്റുകൾ എന്നും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. കേസിന്റെ കാലം കഴിഞ്ഞ് വീണ്ടും സിനിമയിൽ കഴിവ് തെളിയിച്ചതോടെ നടനെ പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നാൽ അഭിമുഖങ്ങളിലെ വിചിത്രമായ പെരുമാറ്റങ്ങൾ എന്നും നടനെ ഏറിൽ കയറ്റി. തിയേറ്ററിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയും വിമാനത്തിന്റെ കോക്പിറ്റിൽ ഷൈൻ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചു. പൈലറ്റ് നന്നായി വിമാനം പറത്തുന്നുണ്ടോ എന്ന് നോക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു നടൻ പ്രതികരിച്ചത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തും ഷൈൻ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഷൈനിന്റെ പേര് ഉയർന്നു വന്നു. പ്രതി തസ്ലീമ സുൽത്താൻ ഷൈനിന് കഞ്ചാവ് നൽകിയിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയത്. മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രത്തെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ ലഹരി ഉപയോഗിക്കണമെന്ന നടന്റെ കമന്റും വിവാദമായി മാറി. ഇനിയും എത്ര ഷൈൻമാർ ലഹരി കേസുകളിൽ പിടിക്കപ്പെടാനുണ്ട് എന്നത് അന്വേഷിക്കുക തന്നെ വേണം.